Hey all, welcome to my YouTube channel. Welcome to a new vlog. So ഞാനിങ്ങനെ ഈ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴത്തെ കുളിച്ചിട്ടുള്ളതുകൊണ്ട് എന്തോ ഒരു വൃത്തികേട് മുടിയിൽ ഞാൻ കുറേ എണ്ണ ഇട്ട് ഷാമ്പു ഇട്ടിട്ടൊന്നും അത് പോയില്ല. അപ്പോൾ അതേ ഒഴിയാതിരിക്കുന്നത്. സോ എൻ്റെ വീഡിയോ എടുക്കാൻ മൂഡ് മൊത്തം പോയി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ കോളേജിൽ പോകണം ഗെറ്റ് റെഡി വിത്ത് മീ എന്നോട് 2-3 പേരൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ചെയ്യണം കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സമയം കിട്ടില്ല. ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ബിസിയാണല്ലോ. സോ ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഗെറ്റ് റെഡി വിത്ത് മീ കോളേജിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം. ഇതാണ് കേട്ടോ, പിങ്ക് കളർ കണ്ടോ. പിങ്ക് ആയിട്ട് എസ്തെറ്റിക്കിലാണ് പറയുകയാണെങ്കിൽ പിങ്ക് ആണ് യൂണിഫോം അങ്ങനെ പറയാം. പക്ഷേ പിങ്ക് കളർ എന്തോ സ്യൂട്ട് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഈ പിങ്ക് കളർ എങ്ങനെയുണ്ട് ആദ്യം കിട്ടിയപ്പോൾ ഭയങ്കര ഷോ കൊടുത്തു. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറച്ച് കോട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് കോട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വെറും ടാൽക്കം പൗഡറാണ്. സോ അത് നമ്മൾ ബ്ലാക്ക് കോട്ട് ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് കൂടി ഇടുകയാണെങ്കിൽ അതിൽ മൊത്തം അതാകും. അപ്പോൾ വെള്ള കളർ പൊടിയാകും. അപ്പോൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്ലെയിൻ കളറായിട്ടുള്ള നമ്മുടെ ഷർട്ട് ഉണ്ടെങ്കിൽ അത് ഇടുക. അതിന് ശേഷം മാത്രം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ കോളേജിൽ പോകുമ്പോൾ മാത്രമല്ല ക്യാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോഴും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്കിൻ കെയർ, നിങ്ങൾ മോയ്സ്ചറൈസർ ടോണർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അതിന് ഒബ്വിയസ്ലി നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം വാഷ് ചെയ്യും. സോ അതൊക്കെ ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇടാം. എനിക്ക് മോയ്സ്ചറൈസർ ഇടുന്നത് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഓക്കെ, ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഒരു 2-3 വർഷമായിട്ട് ഈ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്തത് യൂസ് ചെയ്യാൻ. ഒരു 2 കൊല്ലം മുന്നേ യൂസ് ചെയ്തിട്ട് പിന്നെ തീർന്നു പോയപ്പോൾ പിന്നെ മേടിച്ചില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് അക്വലോജിക്കയുടെ. അപ്പം ഞാൻ നല്ല സണ്ണി ഡേ ആണെങ്കിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഡേ യൂസ് ചെയ്യും. ഭയങ്കര ഗ്ലൂമി ആയിട്ട് നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. വെറുതെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ യൂസ് ചെയ്യണമെന്നാണ് പറയണത് സൺസ്ക്രീൻ. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഇടുമ്പോൾ അത് നല്ല ക്വാണ്ടിറ്റി ഇടണം കേട്ടോ. കാരണം സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടതാണല്ലോ. അപ്പോൾ ഇത് നല്ലതാണ്. ഇത് ഗ്ലോയി ഡ്യൂയി ആയിട്ടുള്ള സൺസ്ക്രീൻ ആട്ടോ. വിറ്റാമിൻ സി, പപ്പായ, ബ്രൈറ്റൻ പ്ലസ് ഹൈഡ്രേറ്റ്, PA 4+ ഉണ്ട്, UVA UVB എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. SPF 50 ആണ്. ഇത് നല്ലതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോളൂ. അപ്പോൾ സൺസ്ക്രീൻ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പൗഡർ ഇടുന്നിട്ട് സൺസ്ക്രീനൊക്കെ നമ്മൾ കുളിച്ചൊക്കെ വരുമ്പോൾ തന്നെ അപ്പം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൗഡർ ഇടുമ്പോൾ ഇതിൻ്റെയൊക്കെ തുടങ്ങി പിടിച്ചിരിക്കും. കാരണം നമ്മളിന്നൊരു സിമ്പിൾ മേക്കപ്പ് അല്ല. അപ്പോൾ നമ്മൾ പൗഡർ മാത്രമാണ് ഇതിന് യൂസ് ചെയ്യുക. എനിക്ക് കോമ്പാക്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. കോമ്പാക്റ്റ് ഒക്കെ ലൂസ് പൗഡർ, മെയിൻലി ട്രാൻസ്ലൂസൻ പൗഡറൊക്കെ ആണെങ്കിൽ കറക്റ്റ് ടാൽക്കം പൗഡറിൻ്റെ എഫക്റ്റ് വരുള്ളൂ. എനിക്ക് ഒരു ട്രാൻസ്ലൂസൻ പൗഡർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാമിയോറിൻ്റെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി ഫീൽ ചെയ്യും. അപ്പോൾ ഇത് സൺസ്ക്രീൻ ഇട്ടിട്ട് ഇച്ചിരി നേരം അബ്സോർബ് ആവാൻ വെക്കണം. അതായത് എണ്ണ ഇട്ടിട്ട് മുടി ഉരിയാതിരിക്കണം. ഓക്കെ, എനിവേ അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ സ്വെറ്റി ആയിട്ടിരിക്കും കേട്ടോ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ ഇച്ചിരി സ്വെറ്റി ആയിട്ടിരിക്കും. ഇപ്പോൾ ഫാൻ ഇട്ടിട്ടില്ലാത്തതുകൊണ്ടിട്ട് ഇച്ചിരി ഒന്നും കൂടെ സ്വെറ്റി ആയിട്ടിരിക്കും. പിന്നെ മുടി നല്ലോണം കെട്ടി വെക്കാം. നമുക്ക് മുടി കെട്ടി വെക്കാം. ഓക്കെ, മുടി നല്ലോണം കെട്ടി വെക്കാം. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീല എന്ന് വെച്ചാൽ ഞാൻ കോളേജ് പോകാൻ റെഡി ആവുന്നത് പലതും പല തരത്തിലാണ്. പക്ഷേ ഓൾമോസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ സിമിലർ ആണ്. കോമൺ ആയിട്ടുള്ള സ്റ്റെപ്സ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, പൗഡർ ഇടാറുണ്ട്, പിന്നെ ഐലൈനർ, ഐബ്രോസ്, ലിപ്സ്റ്റിക്. അതാണ് ലിപ്സ്റ്റിക്. എന്തില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടാതെ ഞാൻ പുറത്തൊക്കെ പോകില്ല. അതാണ് ഫസ്റ്റ് കാര്യം. അതാണ് മെയിൻ സ്റ്റെപ്പ്. പിന്നെ ഐബ്രോസ് ഞാൻ കണ്ണിടക്ക് എഴുതാതെ പോകാറുണ്ട്. കണ്ണ് ഞാൻ ഇടക്ക് പൊക്കത്ത് എഴുതും, ഇടക്ക് താഴത്ത് എഴുതും, അങ്ങനെ പലതരത്തിൽ എഴുതാറുണ്ട്. പക്ഷേ ലിപ്സ്റ്റിക്കും ഐബ്രോസും അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം എനിക്ക് എൻ്റെ പിരികം കണ്ടോ, നോർമലി കുറച്ച് പിരികമുണ്ട്, കുറേ ഇല്ലാതെ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര തിക്കായിട്ടൊന്നുമില്ല. സോ നമുക്ക് അത് എഴുതി കൊടുക്കുന്നതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, സൺസ്ക്രീൻ അബ്സോർബ് ആയി വരുമ്പോഴത്തേക്കും ഇത് പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ. 10 രൂപയുടെ പോൺസിൻ്റെ പൗഡറാണ്. ഇത് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇത് ഇട്ടായിട്ട് നമുക്ക് നേരെ കോളേജിലും കൊണ്ടുപോകാം. അപ്പോൾ 10 രൂപ കൊണ്ടുപോകാമല്ലോ. സോ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക. മോസ്റ്റ്ലി എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഗെറ്റ് റെഡി വിത്ത് മീ. കഴുത്തിലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കഴുത്തിൻ്റെ പുറകിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. കാരണം ചൂടെടുക്കും. പൗഡർ ഇട്ടാൽ ഇച്ചിരി വേർക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതിട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സൺസ്ക്രീനിൻ്റെ പൊക്കത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കൊട്ടി പിടിച്ചിരിക്കുന്നത്. ഓക്കെ,
നല്ലോണം പൗഡർ ഇട്ടു. കുറച്ച് കൂടി ഇടാം, കുറച്ച് കൂടി ഇടാം. എന്തായാലും ഇപ്പം നല്ല വേർതിരിക്കുക. ചെവിയിലൊക്കെ വേണമെങ്കിൽ ഇട്ടോ കേട്ടോ, അല്ലെങ്കിൽ എന്താ രണ്ട് കളറൊക്കെ ഇട്ടിരിക്കും. പിന്നെ പൗഡർ ഇടുമ്പോൾ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റ് ഫിനിഷ് തോന്നും. ഒരു പൗഡർ നമുക്ക് മേത്തൊക്കെ ഇട്ടാൽ നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും കേട്ടോ. പെർഫ്യൂമിന് പകരം പൗഡർ ഇടാം. ഓക്കെ, അപ്പോൾ പൗഡർ ഇട്ട് ഇനി നമുക്ക് ഐബ്രോസ് എഴുതാം. ഐബ്രോസ് ഇടാതെ ഞാൻ എന്തായാലും പുറത്തോട്ട് വരില്ല, കാരണം എൻ്റെ ഐബ്രോസ് ഞാൻ എപ്പോഴും എഴുതണോട്ട് എഴുതാതെ കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ നല്ല തിക്കായിട്ടും എഴുതാറുണ്ട്. സോ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഒന്നും പേര് പറയണില്ല. സോ ഇതാണ് ഞാൻ എഴുതുന്ന ഐബ്രോ പെൻസിൽ. ഇത് മാഴ്സിൻ്റെ എന്തോ നോർമൽ ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്, 60-70 രൂപയൊക്കെ ഉള്ളൂ. ഇത് വെച്ചിട്ട് നല്ലോണം എഴുതുക. ഇപ്പം ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറച്ചായി, 1 മന്തായി, 2 മന്തായി. പിന്നെ ഇപ്പോൾ തന്നെ ചെയ്യാറില്ല. ഇനി ഞാൻ ബ്യൂട്ടി പാർലർ ചെന്ന് മാത്രമേ ത്രെഡ് ചെയ്യുമെന്ന് തീരുമാനിച്ചു. ചെറുതായിട്ട് ഞാൻ പൊക്കത്തുനിന്ന് താഴത്തൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഞാൻ വളർന്നാണ് ഇരിക്കുക. ഇത് കണ്ട് നിങ്ങൾ പേടിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എഴുതാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡാർക്കായിട്ട് എഴുതുന്നത്. ഞാൻ ബ്ലാക്കും കൊണ്ടൊക്കെ എഴുതാറുണ്ട് കേട്ടോ. എൻ്റെ ഫേസിന് അതാണ് ചേരാന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇച്ചിരി ഡ്രമാറ്റിക് ആയിട്ട് എഴുതുന്നത്, അതിനെല്ലാം ഓവറായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ നല്ലോണം കട്ടിക്കാൻ എഴുതിട്ട് എങ്ങനെയുണ്ട്. സോ നിങ്ങൾക്ക് ലൈറ്റായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഇത് ഡാർക്ക് ബ്രൗൺ 02 ആട്ട ഷെയ്ഡ് മാഴ്സിൻ്റെ. സോ എന്നിട്ട് നമുക്ക് ഈ ബ്രഷ് കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ നാച്ചുറലായിട്ടിരിക്കും. എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. അത് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ഹെയർ വളർന്നിരിക്കുന്ന ഡയറക്ഷനിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനറൊക്കെ സിമ്പിൾ ഡാർക്സ്റ്റാറിൻ്റെ കുഞ്ഞ് ഐലൈനറാണ്. ഇതിൻ്റെ വലുത് പറഞ്ഞാൽ ഞാൻ മേടിച്ചിട്ട് അത് പോയി. അപ്പോൾ എൻ്റെ ചെറുത് മേടിച്ചു. ഇത് നല്ലതാണ് കേട്ടോ. ഞാൻ മറ്റേ സ്കെച്ച് ഐലൈനർ ഒരെണ്ണം മേടിച്ചായിരുന്നു, ബ്ലൂ ഹെവൻ്റെ. പക്ഷെ അത് പോയി, എന്നുവെച്ചാൽ അത് തീർന്നു. അതൊരു 2-3 പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഐലൈനർ ഞാൻ എപ്പോഴും വിങ്ഡാണ് എഴുതുക, എനിക്ക് അതാണ് ഇഷ്ടം. സോ ഞാൻ അത് തന്നെ എഴുതാം. പിന്നെ പല ഇടയ്ക്കായ വിങ്, ചെറിയ വിങ്ങിടും, വലിയ വിങ്ങിടും, പൊക്കത്തെഴുതും, താഴ്ത്തെഴുതും, പലതരത്തിലെഴുതും. അതൊക്കെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. സോ നമുക്ക് നല്ലോണം എഴുതി കൊടുക്കുക. കേട്ടോ, ഓക്കെ. അപ്പോൾ കണ്ണ് രണ്ടും ഒരുപോലെ എഴുതണം കേട്ടോ, അതാണ് മെയിൻ ടാസ്ക്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഇന്നർ കോർണർ കൂടെ എഴുതി കൊടുക്കും. എനിക്ക് അതാണ് ഇഷ്ടം, കാരണം എൻ്റെ കണ്ണ് ഇച്ചിരി കുഞ്ഞിതാണ്. എനിക്ക് ഇങ്ങനെ നീണ്ടിട്ടുള്ള ഒരു ഫോക്സ് ഐ ലൈനറിൽ ഉൾഫോ ആൽമണ്ട് ഐയോ അങ്ങനെ എന്തോ പറയാം, സൈറനായി. എനിക്ക് അങ്ങനെ നീണ്ടിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ കുഞ്ഞി കണ്ണാണ്, നീണ്ടിട്ടും അല്ല ഉരുണ്ടിട്ടും അല്ല, അങ്ങനത്തെ ഒരു കണ്ണാണ്. അപ്പോൾ എനിക്ക് ഉരുണ്ടിരിക്കണേനൊക്കെയാണ് ഇഷ്ടം, നീണ്ടിരിക്കുന്നതാണ്. സോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും കോർണേഴ്സ്. 2 കോർണേഴ്സും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അതാണ് എനിക്കിഷ്ടം. കണ്ടോ, ഇതാണ് എനിക്കിഷ്ടം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടെ ഇപ്പം കണ്ടോ, ഇപ്പം ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പൊക്കത്ത് ഇച്ചിരി കൂടെ വീതി കൂട്ടും കേട്ടോ. ഇത്ര കട്ടിക്ക് ഞാൻ എഴുതാറുണ്ട്. സോ ഗൈസ്, ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇത്ര കട്ടിക്ക് ഞാൻ എഴുതാറുണ്ട് കേട്ടോ. വിങ്ഡ് ഐലൈനർ എഴുതും, പിന്നെ ഇന്നർ കോർണർ നല്ലോണം എഴുതും. കാരണം എൻ്റെ കുഞ്ഞയ്യായോണ്ടിട്ട് എനിക്ക് നീണ്ടിട്ടിരിക്കണമാണ് ഇഷ്ടം. സോ ഞാൻ അത് കൂടെ ഫില്ല് ചെയ്ത് ഈ 2 വശവും അങ്ങോട്ട് ഇങ്ങോട്ട് നീട്ടിയാണ് എഴുതുക. അടിയിൽ ഞാൻ എഴുതാറില്ല, കാരണം എൻ്റെ കുഞ്ഞിക്കണ്ണായിട്ട് അടിയിൽ ഞാൻ എഴുതാറുണ്ടെങ്കിലും ഈ ലാഷസിൻ്റെ ക്രോസ് ആയിട്ടാണ് എഴുതുന്നത്. ഉള്ളിൽ എഴുതാറില്ല, അതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതാറില്ല, പുറത്തായിട്ടാണ് എഴുതണമെങ്കിൽ എഴുതുള്ളൂ. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. ഓരോ ദിവസം ഓരോ വീഡിയോ എന്താ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ പറയല്ലോ. അപ്പോൾ ഓരോ വീക്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. സോ അപ്പോൾ ഇത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. ഈ ഐലാഷസിലുള്ളതൊക്കെ ഇങ്ങനെ തട്ടിക്കളയുക. തലേ തേക്കണം നല്ലോന്നുണ്ടോ, ഞാൻ ചുമ്മാ കാണിച്ചാണ്.
നേരം തേക്കണ്ട, അതെടുത്ത് എവിടെയെങ്കിലും തൂക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ സ്പ്രെഡ് ആവും. സോ ഇതിന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് ഞാൻ കോളേജിൽ കൊണ്ടുവന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് എൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ മേക്കപ്പ് അങ്ങനെ കുറച്ച് സീക്രട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ കോളേജ് സീക്രട്ട് ബാഗിൽ എന്താണുള്ളതെന്നുള്ളൊരു വീഡിയോ ചെയ്യാം. സോ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ. കുറച്ച് ഐറ്റംസ് ഞാൻ പാക്ക് ചെയ്തും കൊണ്ടുപോകാറുണ്ട്. ഇപ്പം ഞാൻ ഈ കോളത്തിലാണ് രാവിലെ പോകണമെങ്കിൽ ചിലപ്പോൾ കോളേജിൽ നിന്ന് വരുമ്പോൾ വേറെ കോളേജിൽ ഞാൻ ചിലപ്പോൾ മുടി അഴിച്ചിട്ട് പണിയും, മേക്കപ്പ് ലിപ്സ്റ്റിക്ക് മാറ്റും, അങ്ങനെ പലതും ചെയ്യും. സോ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഹോബിയാണ്. ഞാൻ കുറേ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യും. ഇതെപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനർ. ഈ ലിപ്പ് ലൈനറാണ് ഞാനൊരു 2 കൊല്ലമായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലിപ്പ് ലൈനർ വരച്ചു കൊടുക്കാം. ലിബം കളയാം. ഓക്കെ, ലിപ്പ് ലൈനർ. ഞാൻ ലിപ്പ് ലൈനർ വരക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി പുറത്തോട്ടിരിക്കണം, പിന്നെ ആ ലൈൻ തെളിഞ്ഞ് കാണണം. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കില്ല ലിപ്പ് ലൈനർ. എനിക്ക് ആ ലിപ്പ് ലൈനർ വരച്ച പോലെ തന്നെ ഇരിക്കണമാണ് ഇഷ്ടം. ഇതിന് ഇച്ചിരി നിബ് കുറവാണ് കേട്ടോ. ഇത് ഞാൻ നോർമൽ കട്ടർ വെച്ചിട്ടാണ് ചെത്താറ്, നോർമൽ ഷാർപ്പനർ കൊണ്ടിട്ട്. നല്ലോണം ലിപ്പ് ലൈനർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നതാട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാത്തത്. പക്ഷെ അത് കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കുറേ പേർക്ക് എന്നോട് ചോദിക്കും എന്താണ് ചുണ്ട് കാണിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. സോ അതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം എനിക്കിഷ്ടം ഈ ഒരു പിങ്ക് ഷെയ്ഡ് പാക്കില്ല, അതിടാം. അത് ഞാൻ ഇച്ചിരി ഓക്കെ, ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അടിയായിരുന്നു. ന്യൂഡൊന്നും എനിക്ക് ഇഷ്ടമില്ല അത്ര. പിങ്ക് ഇട്ടു. ഇത് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ന്യൂഡ് പ്ലസ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. അതിൻ്റെ കൂടെ ഞാൻ ഈ ലോറിയലിൻ്റെ എന്തോ ഷെയ്ഡ് ഐ അമേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്ത തരം, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. എനിക്കൊരു ഡബിൾ മൈൻഡുള്ള ലിപ്സ്റ്റിക്കാണിത്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇടുക കേട്ടോ നടുക്കായിട്ട്, ഇതിൻ്റെ പൊക്കത്തായിട്ട്. അപ്പം ഇച്ചിരി ന്യൂഡ് പോലെ വന്നു. ഇപ്പോൾ ഒരു ബ്രിക്ക് ഷെയ്ഡ് ഇട്ട്, പിങ്ക് പ്ലസ് ഒരു ബ്രിക്ക് ഷെയ്ഡ്. ഇതാണ് ടുഡേസ് ലിപ് കോംബോ. എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഞാൻ എല്ലാ ദിവസവും ഇടുന്നത്. കുറേ ലിപ്സ്റ്റിക്കൊക്കെ മിക്സ് ആയിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ ഇത് മിക്സ് ചെയ്യും, പക്ഷെ ഞാനിത് മിക്സ് ചെയ്തില്ല. സോ ഇതാണ് ഇന്നത്തെ ലിപ് കോംബോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഫേസ് മേക്കപ്പ്, പൗഡർ, ഐലൈനർ, ഐബ്രോസ് ആൻഡ് ലിപ്സ്റ്റിക്. ഇടയ്ക്ക് എനിക്കിവിടെ ഒരു മറുകുണ്ട് കേട്ടോ, സൂക്ഷിച്ചൊക്കെ കാണാം. കണ്ടു, ഇവിടെ ഒരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ട്. അത് എടുത്ത് കാണില്ല, അത് ഇച്ചിരി പൊന്തി നിൽക്കണ പോലത്തെ ഒരു ബ്യൂട്ടി സ്പോട്ടാണ്. പക്ഷെ അത് എടുത്ത് കാണില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അത് ഇങ്ങനെ ലൈനർ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഒരു ഗ്രേ കളർ, അത്ര ബ്ലാക്ക് അല്ല. സോ അത് ഞാൻ ഇടയ്ക്ക് ലൈനർ വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ട്, അത് ഞാൻ ഇടയ്ക്ക് കുത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പൊട്ട് വെക്കാറുണ്ട്. അത് ഞാൻ വേറൊരു ട്രഡീഷണൽ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാം. സോ ഞാനിപ്പോൾ കുളിച്ചേക്കണോണ്ടിട്ട് എനിക്ക് മുടിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എപ്പോഴും ചെയ്യണ ഹെയർ സ്റ്റൈൽ പലതരത്തിൽ ചെയ്യാറുണ്ട്. അത് വെച്ചാൽ വലിയ ഹെയർ സ്റ്റൈലൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പിന്നിടാറുണ്ട്, അങ്ങനെ പലതും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ മുടി ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ കെട്ടുക. ഇതാണ് നോർമലി മോസ്റ്റ് ഓഫ് ദി ടൈം ഇതായിരിക്കും ഹെയർ സ്റ്റൈൽ. ഒരു ക്ലിപ്പ് ഇടാം. ഇതാണ് നമുക്ക് സേഫ് ആൻഡ് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. വൈകുന്ന ദിവസമൊക്കെ ഇതാണ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ ഇതെല്ലാവരും ഇടുമായിരിക്കും. എന്തോ എൻ്റെ മുഖം ഇച്ചിരി ഉരുണ്ടിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യും. എനിക്ക് ഇങ്ങനെ സൈഡ് പാർട്ടീഷനായിട്ട് ഞാൻ എടുക്കുക. ഒരിടയ്ക്ക് ഞാൻ സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുക. പക്ഷെ ഇപ്പോൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കാറ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള. ഇത് ഞാൻ എണ്ണിട്ട് കുളിച്ചുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കണം. കുളിക്കേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോട്ടൊക്കെ ഇടാം. അതിന് മുന്നേ ഇനി കമ്മലായിട്ട് ഞാൻ കമ്മലിടാം. ഞാൻ എപ്പോഴും ഹൂപ്സാണ് ഇടുന്നത്. ഇതല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഹൂപ്പ് ഉണ്ട്.
ഓക്കെ, ഇപ്പം ഞാനിതൊരു വൈറ്റ് സ്റ്റോണിൻ്റെ കുഞ്ഞ് സിൽവർ ഹൂപ്സാണ് ഇടുന്നത്, ചെറുത് റിംഗ് പോലത്തെ. അല്ലെങ്കിൽ ഞാൻ ഗോൾഡൻ ഹൂപ്സ് ഇടായിരുന്നു, അതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. പക്ഷെ ഇപ്പം എനിക്കത് ഇട്ടിട്ട് ബോറടിച്ച്, കാരണം അത് 2 വർഷമോ ഒന്നൊന്നര വർഷമായി എൻ്റെ ഉള്ളത്. അപ്പം ഞാൻ ഈ കുഞ്ഞ് റിംഗ് ആയിട്ട് ഇടുന്നത്. ഇത് സെക്കൻഡ് സ്റ്റഡായിട്ട് ഇടാറുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെക്കൻഡ് സ്റ്റഡിന് എന്തോ പറ്റിയിട്ട് എനിക്ക് ഇട്ടാൽ ഇച്ചിരി ഒരു വെള്ളം പോലെ എന്തോ ഒരു ഇത് വരും. അതുകൊണ്ട് എനിക്ക് വേനെടുക്കും കാതിലിട്ടാൽ. അതൊക്കെ സെക്കൻഡ് സ്റ്റഡ്. അപ്പം ഞാൻ തേർഡ് സ്റ്റഡാണ് ഇപ്പം ഇടുന്നത്. അതൊരു വൈറ്റ് സ്റ്റോൺ ആയിട്ട് ഇടുന്നത്. കുഞ്ഞി ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ? പിന്നെ നടുക്കൊരെണ്ണമുണ്ട്, അത് ഞാൻ വേദന എടുക്കണോണ്ട് ഇപ്പം ഇടാറില്ല. അല്ലെങ്കിൽ എനിക്ക് വെക്കുന്ന തലവേദന എടുക്കും അതിട്ടാൽ. അതിന് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഞാൻ പറയില്ലേ, അത് കുറേ നാളെ കുത്തിയിട്ട് എന്നിട്ട് എന്താണത് ഇപ്പോൾ ഒരു പഴുക്കലതിനൊന്നും എനിക്കല്ല. പഴുക്കണല്ല, കുഴപ്പമില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ ഇടാറുണ്ടായിരുന്നു കുറേ നാൾ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് എണ്ണ ഇട്ടുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ കോട്ട് ഞാൻ എടുത്തിട്ട് തരാം. ഓക്കെ, അപ്പം ഇതാണ് കോട്ട്. അപ്പോൾ കോട്ട് ഇടാം. മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കോട്ട് ഇടുക. ഫസ്റ്റ് പാൻറ് ഇടാം, ഷർട്ട് ഇടാം, പിന്നെ നമുക്ക് കോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ യൂണിഫോം ഇട്ടു. ഇതാണ് നമ്മുടെ ഫുൾ യൂണിഫോം. പാൻറ്റും. ഇനി നമുക്ക് ID കാർഡ് ഇടാം. ഞാൻ ID കാർഡ് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോട്ടോ. പക്ഷെ കുറേ പേരൊന്നും ഇടാറില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഫുൾ യൂണിഫോം. ഇപ്പോഴത്തെ യൂണിഫോം ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ID കാർഡ് ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഞാനിടുക. പിന്നെ ഇത് വേണമെങ്കിൽ തുറന്നിടാം, പക്ഷെ എനിക്ക് അത് അത്ര ഇഷ്ടമില്ല. സോ ID കാർഡ് ഇതിനിടെ കുത്തിക്കിട്ടേക്കും. നെക്സ്റ്റ് എൻ്റെ കൈ ഇങ്ങനെ കേട്ടോ വെക്കാറ്. ഞാൻ ഇങ്ങനെ ചുരുട്ടൊന്നും വെക്കാറില്ല, എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് ഫുൾ സ്ലീവാണ് ഇഷ്ടം. സോ കൈ ഇങ്ങനെ തന്നെ വെക്കാൻ, ഞാൻ മടക്കൊന്നും വെക്കാറില്ല. സോ ID കാർഡ്. ഇപ്പം എല്ലാം നമ്മുടെ യൂണിഫോം ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് പെർഫ്യൂം. സോ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അടിക്കാം. ഇത് എൻ്റെ ഫേവറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മുന്നേ കാണിച്ചിട്ടില്ല ഗൈസ്. പക്ഷെ ഇത് പഠിച്ചെനിക്ക് തല കറങ്ങും. ഇതെനിക്ക് ഇഷ്ടമില്ല. ഇപ്പം മണം എനിക്ക് ഭയങ്കര ഒരു ഓക്കെ. അപ്പം അതാണ് പെർഫ്യൂം അടിച്ച്. പിന്നെ ഇത് കൂടെ ഞാൻ മിക്സ് ചെയ്ത് പയ്യാടൊക്കെ കിട്ടിയതാണ്. ഇത് പാക്കോ റബൻ കണ്ടു ഗൈസ്. പാക്കോ റബൻ 1 മില്യൺ അതിൻ്റെ ബോട്ടിലിൻ്റെ പാക്കേജിങ്. അപ്പോൾ ഇത് അതിൻ്റെ ഡ്യൂപ്പാണ്, അതിൻ്റെ സെയിം ആണോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഞാൻ എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. സ്മാർട്ട് കളക്ഷൻ എന്താണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അതിൻ്റെ മണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കുഞ്ഞു ബോട്ടിലാട്ടോ, അതിൻ്റെ പാക്കേജിങ്ങൊന്നും അല്ല. ഈ മണം എനിക്ക് ഇഷ്ടമായി. ചെറുതായിട്ട് ജാസ്മിൻ്റെ എന്തിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ഇത് കൊള്ളാം. അപ്പോൾ ഇതും കുറച്ചടിക്കാം. ഇങ്ങനെ പെർഫ്യൂം ലെയർ ചെയ്യുമ്പോൾ കുറേ ലാസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 5-6 പെർഫ്യൂമൊക്കെ അടിക്കാറുണ്ട്. സോ ഇതാണ് മൈ കോളേജ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇത്ര ഉണ്ട് ഗൈസ്. പിന്നെ ബാഗൊക്കെ ഇട്ടിട്ട് പോകും. ഇടയ്ക്ക് പൊട്ടൊക്കെ തൊട്ട നല്ല ഡ്രസ്സായിരിക്കും, പൊട്ടൊക്കെ തൊട്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണാൻ ഇഷ്ടമാണോ എന്നൊക്കെ പറയാം കേട്ടോ. സോ ബൈ. അടുത്ത വീഡിയോ കാണാൻ കോളേജിൽ പോട്ടെ.